നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അർജന്റീന പരാജയപ്പെട്ടതിന് ശേഷം ഒരു വിടവാങ്ങലിൻ്റെ സ്വരത്തിലാണ് സ്കലോനിയും മറ്റുമൊക്കെ സംസാരിച്ചത്. ഇവൻ പരേഡസ് കഴിഞ്ഞ ക്ലബ് മത്സരത്തിന് ശേഷം പറഞ്ഞു, മെസ്സി വേൾഡ് കപ്പിൽ അവസാന മത്സരം അദ്ദേഹത്തിൻ്റെ അർജന്റീന ടീമിലെ അവസാന മത്സരം എന്ന് തീരുമാനിച്ച പോലെയാണ്. അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പരേഡസ് തന്നെ സ്വയം പറഞ്ഞു, ഇനി തുടരുപോയെന്ന കാര്യം എനിക്ക് ഉറപ്പില്ല എന്നൊക്കെ. ഇപ്പം അർജന്റീൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ്, AFAയുടെ പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിയ ഒരു വീഡിയോ തന്നെ, വളരെ ഇമോഷണൽ ആയിട്ടൊരു വീഡിയോ തന്നെ പങ്കുവെച്ചുകൊണ്ട് പറയുന്നു, എന്താ ഇനിയും തുടർന്നാൽ നമുക്കിനിയും എന്തെല്ലാം ചരിത്രം രചിക്കാൻ പറ്റും, തുടരണം എന്നവരോട് ആവശ്യപ്പെടുകയാണ്. വാട്ട് ഇഫ് ഐ ടോൾഡ് യു ദെയർ ആർ മോർ ചാപ്റ്റേഴ്സ് ടു ബി റിട്ടൺ, ഇനിയും എത്രയോ മനോഹരമായ അധ്യായങ്ങൾ രചിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെന്ത് പറയും? കാരണം എല്ലായ്പ്പോഴും നമ്മൾ അർജന്റീനക്കാർ ചരിത്രം കുറിച്ചിട്ടുള്ളവരല്ലേ. ഈ ജേഴ്സി, അർജന്റീനയുടെ ഈ ജേഴ്സി ഇനിയും നിങ്ങളെ കൗണ്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇത്രയൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ ഇനിയും മുന്നോട്ട് പോയാൽ എന്തൊക്കെ നമുക്ക് നേടാൻ പറ്റും എന്നാണ് അദ്ദേഹം തൻ്റെ വീഡിയോയിൽ ചോദിക്കുന്നത്. വിശദമായിട്ട് അദ്ദേഹം ആ വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. 2018 ഒരാൾ നിങ്ങളോട് പറയുന്നു, സ്കലോനി നിങ്ങൾക്ക് അർജന്റീൻ ദേശീയ ടീമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീമിനെ നൽകും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നുവോ? നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുമായിരുന്നു? ഇൻട്രിങ് കോച്ചായിട്ട് വന്ന ഒരാൾ ഇത്ര വലിയ നേട്ടങ്ങളിലേക്ക് പോകുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയിരുന്നോ? സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, തീർച്ചയായിട്ടും മെസ്സിയെ വീണ്ടും 2014 വേൾഡ് കപ്പിന് ശേഷം മെസ്സിയുടെ മുഖത്ത് വീണ്ടും ചിരി വിരിയിക്കാൻ ആർക്കെങ്കിലും പറ്റുമെന്ന് കരുതിയിരുന്നോ? മറക്കാനയിൽ കിരീടം ചൂടിക്കൊണ്ട് നമ്മൾ തുടങ്ങിയതാണ്. പിന്നീട് യൂറോപ്യന്മാരെ നമ്മൾ മുട്ടുകുത്തിച്ചു. ഫൈനലിസിമ ജയിച്ച കാര്യമാണ് പറയുന്നത്. യൂറോപ്യന്മാരെ നമ്മൾ മുട്ടുകുത്തിച്ചു. അതേ വർഷം തന്നെ നമ്മൾ വേൾഡ് കപ്പിൽ മുത്തമിട്ടു. ഒരിക്കലും നമ്മൾ കാണാത്ത രൂപത്തിൽ അർജന്റീനയുടെ തെരുവോരങ്ങളിൽ ആളുകൾ ആഘോഷിച്ചു. കോപ്പ അമേരിക്കയിൽ രണ്ട് തവണ നമ്മൾ മുത്തമിട്ടു. കുഞ്ഞുങ്ങളെ അവരുടെ ചൈൽഡ്ഹുഡ് ഡ്രീം അത് കൃത്യമായിട്ട് നേടിയെടുക്കുന്നതും ആഘോഷിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ നമ്മൾ 2018 ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമായിരുന്നോ? അതൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചില്ലേ? ഒരു മാസം മുമ്പ് മാത്രമല്ലേ 39-കാരനായ ലയണൽ മെസ്സി വേൾഡ് കപ്പിന് ഇറങ്ങിയിട്ട് ഹാട്രിക്ക് നേടിയത്. നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് പോയത്, ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത്, വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ എത്തിയത്. തീർച്ചയായിട്ടും ഇപ്പോഴെന്താ ഫീൽ എന്ന് ചോദിച്ചാൽ ഷുവർലി എനിക്ക് ഉറപ്പുണ്ട്, അഭിമാനമാണ്. ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഈ അധ്യായം ഇനിയും തുടർന്നുകൂടെ, ഇനിയും ഒരുപാട് അധ്യായങ്ങൾ വരാനുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും മറുപടി തരിക? തുടരണം, നമുക്ക് ഇത്രയൊക്കെ നേടാൻ പറ്റിയെങ്കിൽ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോയാൽ ഇനിയും എന്തൊക്കെ നമുക്ക് നേടാൻ കഴിയുമെന്ന് കൂടി ടാപ്പിയ ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഓരോ അർജന്റീന ആരാധകരും ചോദിക്കാനുള്ള. സ്കലോനി തുടർന്നുകൂടെ? മെസ്സി 1-2 വർഷങ്ങൾ കൂടി അടുത്ത കോപ്പ അമേരിക്ക വരെയെങ്കിലും തുടർന്നുകൂടെ? എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.